ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി ശനി മാറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള നക്ഷത്ര ജാതകർക്കുള്ള ആ ഒരു ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ വീഡിയോയിലും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ശനിമാറ്റം, ഏതൊക്കെ രീതികളിലാണ് ഇവരെ സ്വാധീനിക്കാൻ പോകുന്നത്, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. 2025 മാർച്ച് 29 ശനി മാറ്റം സംഭവിക്കുന്നത്. അതായത് നിലവിൽ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത്. കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലോട്ട് ശനി മാറാൻ പോവുകയാണ്. ഒരു രാശിയിൽ ശനി 2.5 വർഷക്കാലമാണ് നിൽക്കുന്നത്. അതായത് ഏറ്റവും പതിയെ മാത്രം രാശി മാറുന്ന ഒരു ഗ്രഹമാണ് ശനി. അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ശനിയെ മന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ശനി മാറ്റത്തോടുകൂടി ചില നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമായി മാറുന്നു. പക്ഷെ ചില നക്ഷത്ര ജാതകർക്ക് വളരെ ക്ലേശം നിറഞ്ഞ സാഹചര്യമായി മാറുന്നു. പിന്നെയും ചില നക്ഷത്ര ജാതകർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, എന്നാൽ നല്ലതും ഉണ്ടാവില്ല. ഒരു മീഡിയം ലെവലിൽ പോകാൻ ശനി ഭഗവാൻ ആ ഒരു കടാക്ഷമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റം ഈ മാർച്ച് 29 ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്റെ വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോകുക. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. കന്നിക്കൂറുകാർക്ക് ഈ ഒരു ശനിമാറ്റം എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? കന്നിക്കൂറിൽ വരുന്ന ആദ്യ നക്ഷത്രമായ ഉത്രം അവസാന മുക്കാൽ ഭാഗം, ഇവർക്ക് ഈ ഒരു ശനി മാറുന്നതിന്റെ അടിസ്ഥാനത്തിൽ 7ാം ഭാവത്തിലാണ് ശനി വരുന്നത്. 7ാം ഭാവം എന്ന് പറയുന്നത് കണ്ടക ശനിയാണ്. ശനി സംബന്ധമായിട്ടുള്ള പല ദോഷങ്ങളാണ് ഉള്ളത്. അതായത് 7.5 ശനി ദോഷം, അഷ്ടമ ശനി ദോഷം, കണ്ടക ശനി ദോഷം, അങ്ങനെയുള്ള ദോഷങ്ങളാണ് വരുന്നത്. അതില് കണ്ടക ശനി ദോഷം എന്ന് പറയുന്നത് ശനി 1ാം ഭാവം അല്ലെങ്കിൽ 4, 7, 10 ഭാവങ്ങളിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെയാണ് 7.5 കണ്ടക ശനി ദോഷമായി പറയുന്നത്. ആ ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അവർക്ക് 7ലാണ് ശനി വരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടക ശനി ദോഷമാണ്. അപ്പം എല്ലാ കാര്യത്തിലും ഒരു തടസ്സം നേരിടാനുള്ള സാധ്യതയാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള തടസ്സം, അതുപോലെ ജോലിയിൽ തുടരുന്ന ആളുകൾക്ക് അതിൽ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അവർക്ക് നല്ല രീതിയിൽ അവരുടെ ഹയർ അതോറിറ്റീസിനെ, ഒരു മാനേജേഴ്സിനെ ഒക്കെ പ്രീതിപ്പെടുത്താൻ കഴിയാതെ പോകുന്നു. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടാതെ വരുന്നവർക്ക് കസ്റ്റമേഴ്സിനെയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത, വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങൾ കാണിക്കുന്നു, കുട്ടികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള മടി, തടസ്സങ്ങൾ, കാര്യങ്ങൾ കാണിക്കാനുള്ള സാധ്യത, ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെയാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗത്തിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്ന ഒരു ശനി സംബന്ധമായിട്ടുള്ള ക്ലേശം. പക്ഷെ ഇത് നമുക്കൊരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് ശനീശ്വര കൃപ അത്യാവശ്യമാണ്. അതായത് ശനി ഭഗവാനെ എല്ലാ ദിവസവും വിളക്ക് തെളിയിച്ച് 3 തവണ ശനീശ്വര മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഈ ഒരു മന്ത്രം ശനിദേവന്റെ ഒരു കടാക്ഷം കിട്ടുന്നതിന് വളരെ നല്ലതാണ്. പക്ഷെ ഇത് മാത്രം ചെയ്താൽ പോരാ. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോവുക, അതുപോലെ അവിടെ യഥാശക്തി വഴിപാട്, അതുപോലെ ശിവ പഞ്ചാക്ഷരം ദിവസവും 108 തവണ ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുമല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രത്തില് നീരാഞ്ജനം, ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുമല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തില് പോവുക, അവിടെ വടമാല, വെറ്റിലമാല, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിപാടായി സമർപ്പിക്കുക, കുങ്കുമ അർച്ചന വഴിപാടായി സമർപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ശനിദോഷം നമുക്കൊരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് ഉത്രം നക്ഷത്രക്കാർക്ക്. അങ്ങനെ ഭയക്കേണ്ട കാര്യം ഒന്നുമില്ല. അവർക്ക് കണ്ടക ശനിയാണെങ്കിലും അങ്ങനെ കൊണ്ടുപോകും എന്ന് പറയുന്ന സത്യമാണ്. പക്ഷെ എല്ലാം അങ്ങനെ കൊണ്ടുപോകുന്നല്ല, ചില കാര്യങ്ങൾ മാത്രം, നമ്മളുടെ ആ ഒരു ഭാഗ്യ കടാക്ഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും എന്നാണ്. അതല്ല ഒരാളെ കൊണ്ടുപോകും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ശനി കൃപയോട് കൂടി പോവുകയാണെങ്കിൽ ആ ഒരു ദോഷസ്ഥാനം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അടുത്തതായി കന്നിക്കൂറിൽ വരുന്ന അത്തം നക്ഷത്രം, ഇവർക്കും 7ാം ഭാവത്തിൽ തന്നെയാണ്
ശനിമാറ്റത്തോടു കൂടി ശനി വരാൻ പോകുന്നത്. അതായത് ഇവർക്കും ഈ അത്തം നക്ഷത്രക്കാർക്കും കണ്ടക ശനിയാണ് വരാൻ പോകുന്നത്. അങ്ങനെ കണ്ടക ശനി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യത്തിലും നേരത്തെ പറഞ്ഞ പോലെ തടസ്സം നേരിടേണ്ടി വരുന്നു. ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ നേരിടാനുള്ള സാധ്യത, അതുപോലെ അത്തം നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടുള്ള വഴക്ക് അങ്ങനെയുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, കപ്പിൾസ് അവരുടെ ഇടയിലുള്ള ഒരു പൊരുത്തമില്ലായ്മ, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് കുറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ വഴക്കിടാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തം നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. അതുപോലെ ഹയർ സ്റ്റഡീസിന് പോകാൻ പ്ലാനിങ് ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാനുള്ള ഒരു തടസ്സം അവരെ ആദ്യം ആ ഒരു തടസ്സം നേരിടുന്നു. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറാൻ വിഘ്നേശ്വര പ്രീതി നേടുക, ആ തടസ്സങ്ങളൊക്കെ മാറ്റി മുൻപോട്ട് പോകാനുള്ള ഭാഗ്യം കിട്ടുന്നതാണ്. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു ഉയർച്ച കുറവ് പോലെ ഈ അത്തം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ഉണ്ടാവുന്നതാണ്. ഒരു ജോലിയിലും പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ജോലികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്ഥാനഭ്രംശം, ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം, ചിലപ്പം സ്വന്തമായി തോന്നിയിട്ടായിരിക്കത്തില്ല, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ട് അടുത്ത ജോലിയിലോട്ട് മാറേണ്ട ഒരു അവസ്ഥ, പിന്നീട് ഒരു ജോലി കിട്ടാനുള്ള ഒരു കാലതാമസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ വിവാഹപരമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പം ഒരു പരിധിവരെ നമുക്ക് ശനിദോഷം മാറ്റി നിർത്താം, ശനീശ്വര കൃപ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി നിർത്താവുന്നതാണ്. അതുപോലെ നവഗ്രഹ ശാന്തി കലശം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ ഒരു ശനി കൃപ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുക, അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഏലസ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ സ്വാമി ഏലസ് ധരിച്ചാലുള്ള ഗുണം, ഹനുമാൻ സ്വാമി യന്ത്രം ധരിച്ചാലുള്ള ഒരു ഗുണം ഇതാണ്. അതായത് ശനിദോഷം, രാഹുദോഷം, ഇങ്ങനെയുള്ള ഒരു ദോഷ സംബന്ധമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ടും ഹനുമാൻ സ്വാമിയുടെ ഒരു കടാക്ഷത്തോടു കൂടി പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു ദോഷസ്ഥാനം മാറി നിൽക്കുന്നതാണ്. അപ്പം ഹനുമാൻ സ്വാമിയുടെ ഏലസ് ധരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ ചെയ്തു കൊടുക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ഏലസാണ്. ഞാനിപ്പം ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് 21 ദിവസത്തെ പൂജാവിധികൾക്ക് ശേഷമാണ് ഞാൻ ഈ ഏലസ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏലസുകൾ ആരെങ്കിലും, നിങ്ങളുടെ വീടിനടുത്ത് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഹനുമാൻ സ്വാമിയുടെ ഏലസ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പം എന്നിൽ നിന്നാണ് ഏലസ് വേണ്ടതെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. 21 ദിവസത്തെ പൂജാവിധികൾ ഇതിലുണ്ട്. കാരണം ആ ഒരു പൂർണ്ണമായ ഒരു ദൈവികത, ആ ഒരു എനർജൈസ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു ഏലസ് കൊണ്ടൊരു ഗുണമുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ശനിദോഷങ്ങൾ, അതുപോലെ രാഹുദോഷം കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഹനുമാൻ സ്വാമി യന്ത്രത്തിന് സാധിക്കുന്നതാണ്. അപ്പം അത്തം നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ആ ഒരു ക്ലേശങ്ങൾ, ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു ശനിമാറ്റത്തോടു കൂടി ഉണ്ടാകുന്നതാണ്. അടുത്തതായിട്ട് കന്നിക്കൂറിൽ വരുന്ന അവസാന നക്ഷത്രമായ ചിത്തിര പകുതി, ഇവർക്ക് എങ്ങനെയാണ് ഈ ഒരു ശനിമാറ്റം സ്വാധീനിക്കാൻ പോകുന്നത്? ഇവർക്കും കന്നിക്കൂർ ആയതുകൊണ്ട് തന്നെ 7ാം ഭാവത്തിലാണ് ശനി വരുന്നത്. അതായത് കണ്ടകശനി എന്ന് ഉദ്ദേശിക്കുന്നത് തടസ്സമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം, തടസ്സങ്ങൾ, എന്ത് കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും നല്ല രീതിയിലുള്ള തടസ്സം അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള തടസ്സം, കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു വിനയക്കുറവ് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ആ ഒരു വിനയക്കുറവ്, ആ ഒരു നിമിത്തം, അങ്ങനെയുള്ള നിമിത്തം അവർക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ശത്രുപരമായിട്ട് അവർക്ക് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട സാധ്യതകൾ കാണിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ വിവാഹപരമായിട്ടുള്ള തടസ്സം നേരിടേണ്ടി വരുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് പെട്ടെന്നൊരു ബന്ധം വന്നു ചേരാനുള്ള താമസം കാണിക്കുന്നു. ഇതൊക്കെയാണ് കന്നിക്കൂറിൽ വരുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് കാണിക്കുന്ന ആ ഒരു ശനിമാറ്റത്തോടു കൂടി ഈ കണ്ടക ശനി സ്ഥാനത്ത് ശനി വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയുള്ള രീതിയിലുള്ള തടസ്സങ്ങൾ ഒക്കെ നേരിടേണ്ടി വരുന്നു. കസ്റ്റമേഴ്സിനെയൊക്കെ ചിലപ്പം നഷ്ടപ്പെടാനുള്ള സാധ്യത. അതുകൊണ്ട് പരമാവധി കസ്റ്റമേഴ്സിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ക്ലേശങ്ങൾ, കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. പിന്നെ ഈ ഒരു കന്നിക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും മെന്റൽ സ്ട്രെസ്, മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം, അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഒരു മെഡിറ്റേഷൻ, അതല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ടെൻഷൻസ് എല്ലാം നിങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നല്ല ഒരു ആത്മശാന്തിയോടുകൂടി നിങ്ങൾക്ക് മുന്നേറാൻ സഹായിക്കുന്നതാണ്. അപ്പം ചെയ്യേണ്ടത്
ശനി പ്രീതി അത്യാവശ്യമായിട്ട് ചെയ്യുക. ശനി മന്ത്രം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ദിവസവും സന്ധ്യയ്ക്ക് ശനീശ്വര പ്രീതി, ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ഏലസ്, ഞാൻ പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമി ഏലസ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ദർശനം നടത്തുക. ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശനിദോഷം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് കന്നിക്കൂറുകാർക്കുള്ള ഈ ശനിമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി, ഇവർക്ക് ഈ ഒരു ശനിമാറ്റം അത്ര നല്ലതല്ല. കണ്ടക ശനി ദോഷം ഒരു സ്ഥാനത്തായതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയമാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ കൂടി നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക. എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും, ആ ഒരു പേരും നക്ഷത്രവും മാത്രം ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ എന്നാലാവുന്ന രീതിയിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൂടെ ചേർത്ത് പരിഗണിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ശനിദോഷ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. എൻ്റെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ മെൻഷൻ ചെയ്ത് ഞാൻ ആ ഒരു നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന് യാതൊരു ചെലവും ഉണ്ടാവുന്നതല്ല. അതുപോലെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ്സിന്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോയിന്റ്മെന്റ്സിന് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം എൻ്റെ വാട്സപ്പ് നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ്സിനുള്ള ഡേറ്റ് ഞാൻ അലോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.